ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ വിദ്യാപ്രസന്ന, പ്രാണ നേച്ചർ ക്യൂർ ഹോസ്പിറ്റൽ, കൊല്ലം. നോർമലി എൻ്റെ അടുക്ക് വരുന്ന പേഷ്യൻസ് കൂടുതലും ചോദിക്കുന്നത്, ഡോക്ടർ എനിക്ക് ഉദ്ധാരണക്കുറവുണ്ട്, എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? പറയും ഇല്ല, എനിക്ക് നോർമലാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നത് യൂറിക് ആസിഡ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടോ, നിങ്ങൾക്ക് ഒബേസിറ്റി ഉണ്ടോ, അതോ വണ്ണക്കൂടുതലുണ്ടോ, ഇതെല്ലാം നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പം നോർമലി ഉള്ള ആൾക്കാർ പറയും എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് നോർമലാണ്. അപ്പം നമ്മൾ അതല്ല നോക്കണത്. നമ്മൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യേണ്ടത് 3 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യുന്ന HbA1c എന്ന ടെസ്റ്റ് ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്ത് അതിൽ നോർമൽ 5-ന് താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡയബറ്റീസ് നോർമലായിട്ട് കാണിക്കുകയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് തന്നെ നമുക്കത് കണക്കാക്കാം. അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഉദ്ധാരണക്കുറവ് വരാൻ നല്ലൊരു 60% സാധ്യത കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരിലുള്ള പ്രവണതയാണ് അവർക്ക് ആങ്സൈറ്റി, സ്ട്രെസ്സ് കൂടിയിട്ടുണ്ടാവുന്നിട്ട് ഇവർ വിളിക്കാറുണ്ട്, ഡോക്ടറെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, എൻ്റെ പാർട്ട്ണറെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലി ആങ്സൈറ്റിയും സ്ട്രെസ്സും ഇതിനൊരു മെയിൻ ഘടകമാണ്. ഫസ്റ്റ് നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസാണ് പ്രശ്നം. നമുക്ക് കൂടുതലും നമ്മുടെ പാർട്ട്നേഴ്സിനെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് നമ്മുടെ പാർട്ട്ണറിൽ നമുക്ക് ട്രസ്റ്റാണ് കൊടുക്കേണ്ടത്. അവരുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വർദ്ധിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സെക്ഷുവൽ ഇതിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു 40 വയസ്സിന് ശേഷം ഉള്ള ആൾക്കാരിൽ നോർമലി ആണായാലും പെണ്ണായാലും ചില ആൾക്കാരിൽ ഭാര്യയ്ക്ക് താല്പര്യമുണ്ട്, ബട്ട് ഭർത്താവിന് താല്പര്യമില്ല. എൻ്റെ അടുക്ക് വന്ന് സംസാരിക്കണം, ഡോക്ടറെ ഹസ്ബൻഡിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല സെക്സ് ചെയ്യാൻ, എന്താണ് ചെയ്യുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് നല്ല താല്പര്യമുണ്ട്, എങ്ങനെയായാലും പുള്ളിക്കാരന് വരേയില്ല, എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പുള്ളിയോട് ഹസ്ബൻഡിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ സാറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റ് ഇല്ല, എത്രയായില്ലേ എന്നാണ് പറയുന്നത്. ബട്ട് ചില ആൾക്കാർക്ക് താല്പര്യമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു മാനസികാവസ്ഥ, സെക്ഷുവൽ ഡിസയർസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ ഡയബറ്റിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കുന്ന അവർക്ക് ഉദ്ധരണക്കുറവ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഡയബറ്റീസ്, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഉദ്ധരണക്കുറവ് വളരെ വളരെ പ്രശ്നമാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവരുടെ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യുക, ഡയബറ്റിക് ലെവൽ, ഗ്ലൂക്കോസ് ടോളറൻസിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോഴത്തെ യുവാക്കൾ വിളിക്കുമ്പോൾ പറയുന്നതാണ്, ഡോക്ടർ എനിക്ക് എൻ്റെ പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ നോർമലായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളൊരു 70% ഫോർ പ്ലേ ചെയ്യുക. അതിന് ശേഷമാണ് നിങ്ങൾ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് പോകേണ്ടത്. മാക്സിമം നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ്, ലവ്, റൊമാൻസ് എല്ലാം ഇതായി ഫോർ പ്ലേയിലേക്ക് കടന്നതിന് ശേഷം മാത്രമേ നമ്മളിതിൽ പോയിട്ട് കാര്യമുള്ളൂ. കാരണം അല്ലാതെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ട്രെസ്സ് കൂടി, ആങ്സൈറ്റി കൂടി, നിങ്ങളുടെ ഹോർമോണിൽ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉദ്ധരണക്കുറവിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ നിങ്ങൾക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലായ്മയാണ്. അതിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കലി ആൻഡ് മെൻ്റലി നിങ്ങളൊരു 80% പ്രിപ്പയർഡ് ആയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സെക്ഷൽ പ്രോബ്ലം നിങ്ങൾ ഓവർകം ചെയ്യും. അതിൽ നിങ്ങൾ ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇതെല്ലാം മാറ്റി, അതിൽ നിങ്ങളുടെ ഉറക്കം ഒരു പ്രധാന ഘടകമാണ്. ശരിക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സെക്ഷൽ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഉദ്ധരണക്കുറവിനും പ്രശ്നങ്ങളുണ്ട്. ലോങ് ടൈമിൽ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്ട്രെസ്സിൽ ഒരുപാട് സ്ട്രെസ്സിലിരുന്ന് വർക്ക് ചെയ്യുക, കണ്ടിന്യൂസ്, അതേകൂട്ട് തന്നെ പങ്കാളിയായിട്ടുള്ള നിരന്തരമായ വഴക്കുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിലൊരു ഘടകമാണ്.
ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ലൊരു മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡുകൾ, അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ മുരിങ്ങയുടെ കുരു, അതിൻ്റെ പൗഡർ നമുക്ക് അവൈലബിൾ ആണ്. അത് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നട്ട്സ്, സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, ഫൈബർ റിച്ച് ഫുഡ്സ് ആൻഡ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഇതെല്ലാം കഴിക്കുന്നത് ഇതിന് നല്ലതായിരിക്കും. അതിനനുസരിച്ച് അതേ തൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കീഗൽ എക്സസൈസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് യൂട്യൂബിലും എല്ലാ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇതെല്ലാം ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, അതേപോലെ തന്നെ ഉറക്കം എല്ലാം നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു 80% നിങ്ങൾ സെക്ഷൽ പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആവുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം.